ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ആനുവൽ എക്സാം അഥവാ നിങ്ങളുടെ വാർഷിക പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഓക്കെ മക്കളെ, നമ്മുടെ ആനുവൽ എക്സാമിന് നമ്മുടെ മാത്സ് അഥവാ ഗണിതം എന്ന സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് മിസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ എല്ലാ മക്കളും എക്സാമിനായിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പൊ കുറച്ച് കാര്യങ്ങൾ കൂടി മിസ് പറഞ്ഞു തരാനായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. വേഗം നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ മക്കളെ? ഓക്കെ, അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എന്റെ മക്കളെ എല്ലാവരും പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് മാത്സിലെ 1ാമത്തെ പ്രവർത്തനം നോക്കാം. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മാത്സ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കേണ്ടായിരിക്കുക. മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലുമാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം ചോദ്യം പറയാൻ എന്റെ എല്ലാ മക്കളും എന്ത് ചെയ്യാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. How many നെയ്യപ്പം were taken home എന്നതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതായത് വീട്ടിലേക്ക് കൊണ്ടുപോയ നെയ്യപ്പം എത്ര എന്ന് കണ്ടെത്തൂ എന്നതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുള്ളത് മൈനസ് ചെയ്യാനായിട്ടുള്ള, അതായത് കുറയ്ക്കാനുള്ള കണക്കാണ്. നോക്കിക്കേ മക്കളെ, അവിടെ നമ്മുടെ മത്തായി, അതുപോലെ തന്നെ കേശു, അബു ഇവര് 3 പേർക്കും ഒരുപാട് നെയ്യപ്പം കിട്ടി കേട്ടോ. കുറെ നെയ്യപ്പം കിട്ടിയ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? എന്ത് ചെയ്യും? ആദ്യം കുറച്ചെണ്ണം കഴിക്കും അല്ലെ? എന്ത് ചെയ്യും? കുറച്ചെണ്ണം കഴിക്കും. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുപോകില്ലേ? വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മത്തായും കേശും അബും ഒക്കെ എന്ത് ചെയ്തു? അവർക്ക് കുറെ നെയ്യപ്പം കിട്ടിയപ്പോ കുറെ എണ്ണമൊക്കെ കിട്ടിയ സമയം തന്നെ അവരെന്ത് ചെയ്തു? അകത്താക്കി ബാക്കി എണ്ണം അവരെന്ത് ചെയ്തു? വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഓരോരുത്തരും എത്ര നെയ്യപ്പമാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്നതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, ആദ്യം നമുക്ക് മത്തായിയാണ് തന്നിട്ടുള്ളത്. മത്തായിക്ക് കിട്ടിയ നെയ്യപ്പമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. എത്രയാ മക്കളെ? 15 നെയ്യപ്പമാണ് നമ്മുടെ മത്തായിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 15 നെയ്യപ്പം കിട്ടിയ സമയത്ത് മത്തായി എന്ത് ചെയ്തു? അതിലുള്ള 7 നെയ്യപ്പം, എത്രയാണ് മക്കളെ? 7. എത്രയാണ്? 7. 7 നെയ്യപ്പം അവൻ എന്ത് ചെയ്തു? വേഗം കഴിച്ചു. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണായിരിക്കും മക്കളെ അവൻ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക? എത്രയായിരിക്കും ബാക്കി ഉണ്ടായിരിക്കുക? അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 15 - 7 ചെയ്യണം അല്ലെ? 15 നിന്ന് 7 നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? മൈനസ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? 15 - 7. എങ്ങനെയാണ് മക്കളെ മൈനസ് ചെയ്യുക? ഓരോ കൂട്ടുകാരും പല രീതിയിലൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് മക്കളെ? ഇവിടെ ഈ ചെറിയ നമ്പർ ഏതാണ് ഇവിടെ വരുന്നത്? 7 ആണ്. ആ 7നെ കൗണ്ട് ചെയ്തിട്ട് എവിടേക്ക് എത്തിക്കണം? നമുക്ക് 50 എത്തിക്കണം അല്ലെ? ഓക്കെ, അപ്പൊ 7 കഴിഞ്ഞിട്ട് എണ്ണിക്കാം മക്കളെ. ഓരോന്ന് എണ്ണുമ്പോൾ മക്കൾ എന്ത് ചെയ്യുക? കയ്യില് ഓരോ വിരലുകൾ നോക്കി നോക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ളവേ അതുപോലെ മക്കളെ ആൻസർ കണ്ടെത്തിയാൽ മതി. ഓക്കെ, 7 കഴിഞ്ഞിട്ട് 8, 9, 10, 11, 12, 13, 14, 15. ഓക്കെ, ഇനി എത്രയാണ് മക്കളെ നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ള ലൈൻസ് എന്ന് കൗണ്ട് ചെയ്തേ? 1, 2, 3, 4, 5, 6, 7, 8. എത്രയാണ്? 8. അതായത് 15 - 7 ചെയ്താൽ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 8 അല്ലെ? 8 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി കൂട്ടുകാർ ചെയ്യുന്ന മെത്തേഡ് ഏതാന്ന് വെച്ചാൽ അതനുസരിച്ച് മക്കളൊന്ന് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കെ. ഓക്കെ മക്കളെ, അപ്പം മത്തായിക്ക് 15 നെയ്യപ്പമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ 7 എണ്ണം അവൻ കഴിച്ചു. ബാക്കി എത്ര വീട്ടിലേക്ക് കൊണ്ടുപോയി? 8 എണ്ണം അവന് വീട്ടിലോട്ട് കൊണ്ടുപോയി അല്ലെ? ഇനി അടുത്ത നോക്കിക്കേ മക്കളെ, നമ്മുടെ കേശു ആണ്. കേശുവിന് 20 നെയ്യപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നത്? 20 എണ്ണം കിട്ടിയതിൽ 10 എണ്ണം അവൻ കഴിച്ചു. ബാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയത് കാണാൻ എന്ത് ചെയ്യണം? കിട്ടിയ നെയ്യപ്പമായ 20 നിന്ന് അവൻ കഴിച്ച നെയ്യപ്പത്തിന്റെ എണ്ണം മൈനസ് ചെയ്യണം. 20 - 10 എത്രയാണ് മക്കളെ? അത് നമുക്ക് ഈസി ആയിട്ട് പറയാം. എത്രയാണ്? 10. അത് നമുക്ക് മൈനസ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല അല്ലെ? 20 - 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. അടുത്തത് നോക്കിക്കേ മക്കളെ, അബു ആണ്. അബുവിന് 15 എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 15 എണ്ണമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ 5 എണ്ണം അവൻ കഴിച്ചു. ബാക്കി എത്രയാ മക്കളെ? 15 - 5. 15 നിന്ന് 5 മൈനസ് ചെയ്താൽ അത് നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ബാലൻസ് എത്രയാണ്? 10 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മത്തായും കേശും അബും എല്ലാവരും കഴിച്ച നെയ്യപ്പത്തിന്റെ എണ്ണവും അവർ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ള നെയ്യപ്പത്തിന്റെ എണ്ണവും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ നെയ്യപ്പത്തിന്റെ എണ്ണം ഒക്കെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അതിൽ 1-2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, അതുകൂടി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി നെയ്യപ്പം ഡിഡ് മത്തായി ആൻഡ് കേശു ഗെറ്റ് ഇൻ ടോട്ടൽ? അതായത് മത്തായിക്കും കേശുവിനും കൂടി ആകെ കിട്ടിയ നെയ്യപ്പാണ് ചോദിച്ചത്. എന്താ പറഞ്ഞത്? നമ്മുടെ
മത്തായിക്കും അതുപോലെ കേശുവിനും കൂടി ആകെ കിട്ടിയ നെയ്യപ്പാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം എന്ത് മക്കളെ, മത്തായിക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 15 ആണ് കിട്ടിയിട്ടുള്ളത്. കേശുവിനാണെങ്കിൽ 20 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ടോട്ടൽ കാണാൻ എന്താണ് മക്കളെ ചെയ്യുന്നത്? ടോട്ടൽ ആണ് കാണേണ്ടത്, ആകെയാണ് കാണേണ്ടത്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്ലസ് ചെയ്യേണ്ടത് അല്ലെ, ആഡ് ചെയ്യേണ്ടത്. ടോട്ടൽ കാണാനാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 15 + 20 ചെയ്യണം. മക്കൾ ഓരോരുത്തരും ഓരോ വേയിലേക്കും ആഡ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ പഠിച്ചിട്ടുള്ള കൂട്ടുകാരുണ്ടായിരിക്കും അല്ലെ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. 5 + 0 5 കൂട്ടണം 0 എത്രയാ മക്കളെ? 5 ആണ്. 1 കൂട്ടണം 2 എത്രയാണ് മക്കളെ? 3 ആണ്. 35. അപ്പൊ എത്രയാണ് ടോട്ടലി കിട്ടിയിട്ടുള്ളത്? രണ്ടു പേർക്കും കൂടി 35 ആണ് കിട്ടിയിട്ടുള്ളത്. എത്രയാണ് മക്കളെ? 35 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. 15 + 20 = എത്രയാണ്? 35. 35 കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹു ഗോട്ട് മോർ നെയ്യപ്പം? ആർക്കാണ് ഏറ്റവും കൂടുതൽ നെയ്യപ്പം കിട്ടിയത്? ആർക്കാണ് മക്കളെ? നമുക്ക് ഇവിടെ ടേബിളിൽ തന്നിട്ടുണ്ട്. മത്തായിക്ക് 15 ആണ്, കേശുവിന് 20 ആണ്, അബുവിന് 15 ആണ്. ആർക്കാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്? കേശുവിനാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് അല്ലെ. മനസ്സിലായ മക്കളെ? അതെല്ലാം നമുക്ക് ആ ഒരു ടേബിൾ നോക്കിയാൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ വലിയ സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്യാനായിട്ടുണ്ട്, വലിയ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനുള്ളതൊക്കെ മക്കൾ എന്ത് ചെയ്യുക? നോക്കി വെച്ച് പോവാ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബാക്കി കാണാനാണ് പറഞ്ഞത് എങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ആണ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കുക. ടോട്ടൽ കാണാൻ, ആകെ കാണാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യാണ് വേണ്ടത്. ആ ഒരു കൺസെപ്റ്റ് മക്കള് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ മക്കളെ? നോക്കിക്കേ. പറക്കുന്ന പക്ഷി, ഫ്ലൈയിങ് ബേർഡ്സ് എന്നാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് കളർ, കൗണ്ട് ആൻഡ് റൈറ്റ്. അതായത് നിറം നൽകൂ, എണ്ണി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ താഴെ നമുക്കൊരു കൈറ്റ് ഉണ്ട്, കുറെ പാരറ്റ്സ് ഉണ്ട്, ക്രോസ് ഉണ്ട്, സ്പാരോസ് ഉണ്ട് അല്ലെ. കുറെ ബേർഡ്സിന്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കൗണ്ട് ചെയ്യാനും അതുപോലെ തന്നെ അവയ്ക്ക് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മിസ് എല്ലാ ക്ലാസ്സിലും നിങ്ങളടുത്ത് പറയുന്നതാണ്, എക്സാമിന് പോകുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കളർ പെൻസിൽ നിർബന്ധമായിട്ടും കയ്യിൽ കൊണ്ടുപോകണം. ഓക്കെ മക്കളെ, ഇപ്പൊ ഇവിടെ മിസ് കളർ ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നും എത്ര ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് കൗണ്ട് ചെയ്ത് എഴുതാം. നോക്കിക്കേ മക്കൾ, ആദ്യം പാരറ്റ്സ് അല്ലേ തന്നത്, തത്തയല്ലേ തന്നത്. മിസ്സിനൊപ്പം എല്ലാവരും ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7. എത്ര പാരറ്റ്സ് ആണുള്ളത് മക്കളെ? There are 7 parrots. 7 തത്തയുണ്ട്. ഇനി അടുത്തത് ക്രോസ് ആണ് അല്ലെ, കാക്കകളാണ്. എണ്ണിക്കാം മക്കളെ. 1 2 3 4 5. എത്രയാണ്? 5 എണ്ണമാണുള്ളത്. ഇനി അടുത്തത് നോക്കിക്കേ മക്കളെ, സ്പാരോസ് ആണുള്ളത്. 1 2 3 4. only 4 sparrows. എത്ര സ്പാരോസ് ആണ്? 4 സ്പാരോസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ കൂട്ടത്തിലുള്ള ബേർഡ്സിന്റെയും എണ്ണം എത്രയാണെന്നുള്ളത് കൗണ്ട് ചെയ്തല്ലോ മക്കളെ. കൗണ്ട് ചെയ്ത് നമ്മൾ എഴുതി അല്ലെ. ഇനി നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ്? ഏതാണ് ഏറ്റവും വലിയത് എന്നാണ് ചോദിച്ചത്. ഏതാണ് മക്കളെ ഏറ്റവും വലുത്? ഏറ്റവും വലിയ നമ്പർ ഉള്ളതായിരിക്കില്ലേ ഏറ്റവും വലുത്. അപ്പൊ ആരാണ്? നമ്മുടെ പാരറ്റ്സ് ആണ്. ആരാണ്? പാരറ്റ് ആണ് ഏറ്റവും വലുത്, അഥവാ തത്ത. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ചോദിക്കാം, ഏറ്റവും ചെറിയ കൂട്ടം ഏതാണ്? സ്മോളസ്റ്റ്. സ്മോളസ്റ്റ് മക്കളെടുത്ത് ചോദിക്കാം. അതായത് ചെറിയ കൂട്ടം ഏതാണ് മക്കളെ? ചെറുത് ഏതാണ് ഏറ്റവും തന്നിട്ടുള്ളതില്? ഏതാണ് ഏറ്റവും ചെറിയ നമ്പർ? ഏതാ? ഇവിടെ സ്പാരോസ് ആണ് അല്ലെ. സ്പാരോയാണ്, അതായത് കുരുവികളാണ് ഏറ്റവും ചെറിയ കൂട്ടമുള്ളത് അല്ലെ. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഏറ്റവും ലാർജസ്റ്റ് ചോദിക്കാം, ഏറ്റവും സ്മോളസ്റ്റ് ചോദിക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളടുത്ത് പറയും, ഇവിടെ തന്നിട്ടുള്ള ഓരോ ഈ നമ്പേഴ്സിലെ ഈ ബേർഡ്സിന്റെ എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കുക. അപ്പൊ നമുക്ക് ഏറ്റവും ചെറുത് 4, പിന്നെ 5, പിന്നെ 7 വരും. ഇതെന്താണ്? സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ്. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയതാണ് അല്ലെ. വലുതിലേക്ക് എഴുതിയതാണ്. ഇനി വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ പറഞ്ഞാൽ ആദ്യം 7 വരും, പിന്നെ 5 വരും, 4 വരും. മനസ്സിലായോ മക്കളെ? അപ്പൊ ആ രീതിയിലും നമുക്ക് ചോദ്യം വരാം ഈ ഒരു ഭാഗത്ത്. ഇതുപോലെ കുറച്ച് കൂട്ടങ്ങൾ തന്നുകൊണ്ട് ഓരോ കൂട്ടത്തിലും എത്രയുള്ളത് എന്ന് കൗണ്ട് ചെയ്തിട്ട് അവയുടെ ഒക്കെ നമ്പേഴ്സ് എഴുതാന്, പിന്നെ അതിൽ വലുത് ഏതാ ചെറുത് ഏതാന്ന് എഴുതാന്, പിന്നെ അതുപോലെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് അറേഞ്ച് ചെയ്യാനൊക്കെ നമ്മളടുത്ത് ചോദിക്കും.
ഓക്കെ മക്കളെ, അപ്പൊ ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും ചില കൂട്ടുകാർക്ക് തെറ്റിപ്പോവാറുണ്ട്. കാര്യം ഇവിടെ ഇപ്പൊ നമുക്ക് കുറച്ച് എണ്ണമേ തന്നിട്ടുള്ളൂ അല്ലെ, 7, 5, 4 ഒക്കെ, അതായത് ചെറിയ എണ്ണമാണ് തന്നത്. ചിലപ്പോൾ നമുക്ക് കുറേ തരാം, കുറെ കൂട്ടം, കുറെ എണ്ണമുള്ള കൂട്ടത്തെ തരാം. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ വരും, അതായത് ഒന്നിനെ കുറഞ്ഞു പോവുകയോ കൂടി പോവുകയൊക്കെ ചെയ്യും. അപ്പൊ മക്കൾ എന്ത് ഒരു 2 പ്രാവശ്യം എണ്ണി കൺഫേം ചെയ്യുക, നിങ്ങൾ എണ്ണിയിട്ടുള്ളത് നമ്പർ കറക്റ്റ് ആണോ എന്നുള്ളത് മക്കളൊന്ന് കൺഫേം ചെയ്തിട്ട് ആൻസർ എഴുതുക കേട്ടോ. നമുക്ക് വെറുതെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് വെറുതെ നമ്മൾ കളയണം മക്കളെ. മക്കൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മള് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, അതായത് ഏറ്റവും ചെറിയ കുട്ടികൾക്ക് മുതൽ നിങ്ങൾക്ക് പ്രായപരിധി ഇല്ലാതെ തന്നെ ആർക്കും ഇംഗ്ലീഷ് ഈസി ആയിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മള് നിങ്ങൾക്കായിട്ട് ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ ചെറിയൊരു എമൗണ്ടിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ വെക്കേഷനിൽ തന്നെ നമ്മൾ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കും. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, മാസത്തിൽ വെറും 100 രൂപ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിന് ഫീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ ജോയിൻ ചെയ്തോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനായിട്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് വേണ്ടതെങ്കിൽ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ കൂട്ടുകാർക്ക് മന്ത്ലി വെറും 100 രൂപ മാത്രമാണ് ഫീ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലുകളും ക്വിസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഒത്തിരി കൂട്ടുകാരായിട്ട് ചോദിക്കുന്നുണ്ട് വെക്കേഷനിൽ ബേസിക് ആയിട്ടുള്ള, അതായത് ഇംഗ്ലീഷും മലയാളമൊക്കെ കുറച്ച് പ്രയാസമുള്ള കൂട്ടുകാർക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകൾ നമ്മുടെ വെക്കേഷനിൽ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. അതായത് എഴുതാനും വായിക്കാനും ഒക്കെ കുറച്ച് പ്രയാസമുള്ള കൂട്ടുകാർക്ക് ആയിട്ടുള്ള ക്ലാസ്സുകൾ. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ എല്ലാ കോഴ്സിനും വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഫീ ആയിട്ട് വരുന്നുള്ളൂ. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, വേഗം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം മക്കളെ. നോക്കിക്കേ, വളകളിടാം എന്നതാണ് നമ്മുടെ അടുത്ത ഒരു പ്രവർത്തനം. Let's wear bangles എന്നതാണ്. നോക്കിക്കേ മക്കളെ, in which way can we wear 11 bangles on 2 hands എന്നാണ് ചോദിച്ചത്. അതായത് 11 വളകള് 2 കൈയിലുമായിട്ട് എങ്ങനെയെല്ലാം ഇടാം എന്നാണ് ചോദിച്ചത്. എത്ര ബാംഗിൾസ് ആണുള്ളത്? 11 ആണ്. 11 ബാംഗിൾസിനെ 2 കൈയിലായിട്ട് ഇടണം. അപ്പൊ ഗേൾസിനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഈ ഒരു പ്രവർത്തനം റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മളൊക്കെ വള ഇടുന്ന ആളുകളാണ് അല്ലെ, നമ്മൾ കുറെ വളകൾ 2 കൈയിലൊക്കെ ഇടാറുണ്ട്. അപ്പൊ മക്കൾ ഇത്ര ആലോചിക്കാം, നിങ്ങളുടെ കയ്യിൽ 11 വളയുണ്ട്. 11 വളയെങ്കിൽ നിങ്ങൾക്ക് 2 കൈകളിലാക്കി ഇടണം. അപ്പൊ ഏതൊക്കെ രീതിയിൽ ഇടാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കാം മക്കളെ, അപ്പൊ പലരും, അതായത് നമ്മുടെ നിങ്ങളെ പോലെ തന്നെ ആമി, ജാനി, മനു, റാണി, റയാന്, ജാൻസി, ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പൊ അവർ ഓരോരുത്തരും ഏതൊക്കെ രീതിയിലായിരിക്കും ഇട്ടിട്ടുണ്ടായിരിക്കുക എന്നതാണ് നമ്മളടുത്ത് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പൊ ആമിയുടെ നമുക്ക് തന്നിട്ടുണ്ട് റൈറ്റ് ഹാൻഡില് വലത് കൈയില് 6ഉം ലെഫ്റ്റ് ഹാൻഡിൽ 5ഉം, ഇടത് കയ്യിൽ 5ഉം. 6ഉം 5ഉം ആഡ് ചെയ്താൽ എത്രയാണ് മക്കളെ? 11 ആണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞ മക്കളെ? ജാനി എങ്ങനെയായിരിക്കും മക്കളെ? നമുക്ക് 7ഉം അതുപോലെ തന്നെ 4ഉം, 7ഉം 4ഉം കൂട്ടിയാൽ എത്രയാ മക്കളെ? 11 ആണ്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ്? 8ഉം 3ഉം എത്രയാണ്? 11 ആണ് വരുന്നത്. അതുപോലെ തന്നെ 9ഉം 2ഉം എത്രയാണ് മക്കളെ? 11 ആണ് വരുന്നത്. അതുപോലെ തന്നെ 10ഉം 1ഉം എത്രയാണ് മക്കളെ വരുന്നത്? 11 ആണ് വരുന്നത്. അപ്പൊ ഇതേ രീതിയിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നോക്കി, ഓരോ നമ്പർ ഈ സൈഡിൽ ആഡ് ആയി കൂടിയാണ് വരുന്നത്. ഇവിടെ എന്താണ്? കുറഞ്ഞാണ് വരുന്നത് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ജാൻസി ഏതൊക്കെ രീതിയിലായിരിക്കും? നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു കയ്യിൽ 5, ഒരു കയ്യിൽ 6. 5ഉം 6ഉം കൂട്ടിയാലും എത്രയാണ്? 11 ആണ്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ. അപ്പൊ ഈ രീതിയിലൊക്കെ മക്കൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. നോക്കിക്കേ, ബിഗു എന്നതാണ്. കളർ ദി പിക്ചർ സ്യൂട്ടബിളി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ നമുക്ക് കാണാം കുറെ നമ്പേഴ്സ് ഉണ്ട് അല്ലെ. 5, 4, അതുപോലെ 3, 6, 7 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നമ്പേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ നമുക്ക് കളർ ചെയ്യണം. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഉത്തരം കണ്ടെത്തിയിട്ട്, അതായത് ഇവിടെ നമുക്ക് കുറച്ച് ക്രിയകൾ തന്നിട്ടുണ്ട്. ഈ ക്രിയകൾ ചെയ്യുമ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യും? ഓരോരോ നമ്പേഴ്സ് ആൻസർ ആയിട്ട് വരും. അപ്പൊ അതിനെന്ത് ചെയ്യണം? അതിന് നേരെ കണ്ടോ, റെഡ് അല്ലെ, ചുവപ്പ് കൊടുത്തിട്ടുണ്ട്. റെഡ്, യെല്ലോ എന്ന് പറഞ്ഞാൽ ഏതാ? സോറി, മഞ്ഞ എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? യെല്ലോ ആണ്. നീല എന്ന് പറഞ്ഞാൽ ഏതാണ്? ബ്ലൂ ആണ്. പച്ച എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗ്രീൻ ആണ്. കറുപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ബ്ലാക്ക് ആണ്. ഓക്കെ, അപ്പം ഈ 2 നമ്പേഴ്സ് ചെയ്തിട്ട് ആൻസർ മക്കൾ എഴുതുക. ഏതാണ് ആൻസർ കിട്ടുന്നത് അതിന് നമ്മൾ ഏത് കളർ കൊടുക്കണം? ചുവപ്പ് അഥവാ
റെഡ് കളർ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ മക്കളെ, റെഡി ആണല്ലോ. ഫസ്റ്റ് വൺ എന്താ 8 - 2 ആണ് അല്ലെ. 8 കുറയ്ക്കണം 6 ആണ്. എത്രയാണ് മക്കളെ? സിമ്പിൾ ആണ്. എത്രയാണ്? 8 - 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കുക, 6 എന്നുള്ള നമ്പർ മക്കൾക്ക് ഇവിടെ കാണാം. അതിന് ഏത് കളർ കൊടുക്കുക? റെഡ് കളർ കൊടുക്കുക. ഇപ്പൊ മക്കൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്? 6 കാണുന്ന എല്ലായിടത്തും മക്കൾ ഏത് കളർ കൊടുക്കണം? റെഡ് കൊടുക്കണം. അടുത്തത് 14 - 7, 14 കുറയ്ക്കണം 7. എത്രയാണ് മക്കളെ വരുന്നത്? മക്കൾ മൈനസ് ചെയ്ത് നോക്കണേ. 7 ആണ് വരുന്നത്. അതിന് ഏത് കളർ കൊടുക്കാനാ പറഞ്ഞത്? യെല്ലോ കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മഞ്ഞ കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യെല്ലോ കളർ സെലക്ട് ചെയ്യാം കേട്ടോ. യെല്ലോ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. യെല്ലോ കളറാണ് അവിടെ കിട്ടിയിട്ടുള്ള എല്ലാ 7നും മക്കൾ ഏത് കളർ കൊടുക്കണം? യെല്ലോ കളർ വേണം കൊടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് 7 ഇവിടെ യെല്ലോ കളർ കൊടുത്തു. പിന്നെ ഇവിടെ 7 ഉള്ളത്, ഇവിടെയും 7 ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്തു? യെല്ലോ കളർ കൊടുത്തു. ദെൻ നെക്സ്റ്റ് 9 - 5 ആണ് പറഞ്ഞിട്ടുള്ളത്. 9ൽ നിന്ന് 5 മൈനസ് ചെയ്ത് എത്രയാണ് മക്കളെ? 4 ആണ് ആൻസർ വരിക. അതിന് ഏത് കളർ കൊടുക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്? ബ്ലൂ കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നീല കളർ വേണം മക്കൾ കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? നീല കളർ സെലക്ട് ചെയ്യുക അല്ലെ. നീല കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഏത് നമ്പറിനാണ് മക്കളെ കൊടുക്കേണ്ടത്? 4 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ കിട്ടിയിട്ടുള്ള എല്ലാ 4നും നമ്മൾ ഏത് കളർ കൊടുക്കണം? ബ്ലൂ കളർ വേണം കൊടുക്കാനായിട്ട്. 2 എണ്ണേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 എണ്ണത്തിനും ഏത് കളർ കൊടുത്തു? 4 കൊടുത്തു. ഇനി അടുത്ത 7 - 2 ആണ്. 7 കുറയ്ക്കുന്ന 2 എത്രയാണ് മക്കളെ? 5 ആണ് ആൻസർ വരുന്നത്. അതിന് പച്ചയാണ് കൊടുക്കേണ്ടത്. ഗ്രീൻ കളർ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഗ്രീൻ കളർ സെലക്ട് ചെയ്തിട്ട് ഏതിനാണ് കൊടുക്കേണ്ടത്? 5നാണ് അല്ലെ, 5നാണ് കൊടുക്കേണ്ടത്. 5ന് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രീൻ കളർ കൊടുക്കാം. മക്കൾ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കൊടുക്കാട്ടോ. പുറത്തേക്കൊന്നും പോവാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ചിത്രത്തിന് കളർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത നമുക്ക് ലാസ്റ്റ് ഏതാ മക്കളെ? 6 - 3 ആണ്. 6 കുറയ്ക്കണം 3. എത്രയാ മക്കളെ? 6ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? പറഞ്ഞ മക്കളെ എത്രയാണ്? യെസ്, 6 തന്നെയാണ് അല്ലെ. സോറി, 3 തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എന്ത് എഴുതണം? 3ക്കാണ് അവിടെ ബ്ലാക്ക് കളർ കൊടുക്കേണ്ടത്. 3ക്ക് മക്കള് ബ്ലാക്ക് കളർ കൊടുക്കാം. ഓക്കെ, ഇവിടെ 3 ആണ് ആൻസർ വരിക. ഇവിടെ 7 - 2 5 ആണ് ആൻസർ വരിക. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ. അപ്പൊ ഇതുപോലെയുള്ള കണക്കുകളൊന്നും നമുക്ക് ഈസി ആയിട്ട് ചെയ്തുകൂടെ? ഇത് മൈനസ് ചെയ്യാനാണ്. അതിനോടൊപ്പം എന്ത് ചെയ്യുക? കളറും കൂടി ചെയ്യണം. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലോട്ട് പോയാലോ? ഹു ഈസ് ദ വിന്നർ എന്നതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. റൈറ്റ് ദി സം ബൈ ആഡിങ് ഈച്ച് സെറ്റ്. നോക്കിക്കേ മക്കളെ, നമ്മുടെ ആമിയും ജാനിയും മാനും ഒക്കെ കൂടി എന്ത് ചെയ്യാണ്? അവിടെ മുത്ത് കോർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അവര് റെഡ് കളർ, അതുപോലെ തന്നെ ഗ്രീൻ കളർ, യെല്ലോ കളർ, അതുപോലെ തന്നെ വൈറ്റ് കളർ, അങ്ങനെ പലതരത്തിലുള്ള മുത്തുകൾ അവർ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? കോർക്കുന്നുണ്ട്. അപ്പൊ അവര് കോർത്തിട്ടുള്ള മുത്തുകളുടെ എണ്ണത്തിന്റെ ഒരു ടേബിൾ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. അപ്പം അത് നോക്കിയിട്ട് ഓരോരുത്തരും എത്ര എണ്ണം വീതം കോർത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തണം. എന്നിട്ട് ആരാണ് അതിൽ വിജയിച്ചത് എന്നുള്ളതും കണ്ടെത്തണം. ഏറ്റവും കൂടുതൽ മുത്തുകൾ കോർത്തിട്ട ആളാണ് വിജയിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്കറിയാം, ഇവിടെ നോക്കിക്കേ, ആമിയുടേതാണ് ആദ്യം തന്നിട്ടുള്ളത്. ഗ്രീന് പച്ച എത്രയാണ്? ഇവിടെ 10, റെഡ് 10, യെല്ലോ 10, അതുപോലെ തന്നെ വൈറ്റ് 3 അല്ലെ. 3 10 ചേർന്ന് നമുക്കറിയാം 30 ആണ്. 30 3 33. അടുത്തത് 2 10 9 ഉണ്ട്. അപ്പൊ എത്രയാണ്? 29. ഇവിടെ 3 10കൾ മാത്രമാണ്. അപ്പൊ എത്രയാണ്? 30. ഈസി ആയിട്ട് കണ്ടെത്തിക്കൂടെ മക്കളെ? ഇങ്ങനെ 10ന്റെ കൂട്ടം തരാണ് നമുക്ക് പെട്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതാൻ അറിയുന്നതാണ് അല്ലെ. ഇനി നമുക്കൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഹു ഇസ് ദ വിന്നർ? ആരാണ് വിജയ്? ആരാണ് മക്കളെ വിജയ്? ഇവിടെ ഏറ്റവും കൂടുതൽ മുത്ത് ആർക്കാണോ ഉള്ളത്? മുത്ത് ആരാണോ കോർത്തത് അവരല്ലേ വിജയ്. ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 33 ആണ്. അത് ആരുടേതാണ്? ആമിയുടേതാണ്. അതുകൊണ്ട് ആരാണ് അവിടെ വിജയ്? ആമിയാണ് അവിടെ വിജയ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൂ ത്രെഡഡ് ദി സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബീഡ്സ്? ഏറ്റവും കുറവ് മുത്ത് കോർത്തത് ആരാ മക്കളെ? അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ ഇവിടെ 29 ആണ്. അത് ആരുടേതാണ്? ജാനിയാണ്. അപ്പം ആരാണ് ഏറ്റവും കൂടുതൽ കോർത്തിട്ടുള്ളത്? ജാനിയാണ് കോർത്തിട്ടുള്ളത്. ഓക്കെ മക്കളെ, മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഇതുപോലെ 10കളുടെ ഒക്കെ കൂട്ടം തന്നുകൊണ്ട് കൗണ്ട് ചെയ്ത് എഴുതാനായിട്ടുള്ള ചോദ്യവും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ. പിന്നെ മിസ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം മറക്കണ്ട. നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാക്കിയ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാം? ക്ലാസ്സുകളൊക്കെ കാണാം. വളരെ ചെറിയൊരു ഫീസിലാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് ക്ലാസ്സുകൾ ഒരുക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് നമ്മുടെ ഒരു സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവർക്ക്
എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മുടെ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മിസ് സ്ക്രീനിൽ കൊടുക്കാം 8589823710 ഈ ഒരു നമ്പറിൽ മക്കൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് നമ്മളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ചെയ്തിടാം, മിസ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനിയും നമ്മളെ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ വീഡിയോസ് ഒക്കെ നേരത്തെ തന്നെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് ട്യൂഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി നമ്മുടെ നമ്പർ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.